എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യോബിൻ്റെ പുസ്തകം 33 അധ്യായം 7 വാക്യം, എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല എന്ന വാക്കുകളാണ്. ഭക്തനായ യോബ് തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ അകാരണമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്ന സ്നേഹിതന്മാരായ ആളുകളോട് സംസാരിക്കുന്ന വാക്കുകൾ ഒക്കെ പറഞ്ഞു പോകുമ്പോൾ യോബ് അവരോട് പറയുകയാണ്, ഞാനീ പറയുന്ന വാക്കുകളൊന്നും നിന്നെ ഭയപ്പെടുത്തുകയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 2 ചിന്തകൾ നമ്മെ ഭരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളിലൂടെ ഓടി നടക്കുന്ന മനുഷ്യനെയും ദൈവത്തെയും ഭയമില്ലാത്ത ഒരുപറ്റം ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ലെന്നും അവർക്ക് അവരുടെ ആയുഷ്കാലം ഇങ്ങനെ ദീർഘമായി മുൻപോട്ട് പോകുമെന്നും അവർ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും ഒന്നിനെയും ഭയപ്പെടാത്തവരായി അവർ മുൻപോട്ട് പോകുന്നു എന്നുമുള്ളതാണ് ആ വാക്കുകളിൽ കാണുവാൻ കഴിയുന്നത്. മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, അത്യുന്നതനായ ദൈവത്തോട് കൂടെ വസിക്കുകയും മനുഷ്യനെയും ദൈവത്തെയും ഭയപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മുൻപോട്ട് കഴിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിനകത്തും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ, അവരുടെ ജീവിതത്തിൻ്റെ മുൻപിലേക്ക് ആർത്തിരമ്പി വരുന്ന കടലളകളെപ്പോലെയുള്ള തിരമാലകളെ, അവരുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ കണ്ടിട്ട് ഭയപ്പെട്ട് ഓടി ഒളിക്കുന്നവരായി തീരുകയല്ല, സത്യത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി പരമാർത്ഥതയോടെ നെഞ്ചും നെറ്റിയും കാണിച്ചു നിൽക്കുന്ന ഒരുപറ്റം ഭക്തന്മാരായ ആളുകളെയും തിരുവചനത്തിൽ ആർമ്മപ്പെടുത്തി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13 അധ്യായത്തിൻ്റെ 44, 45, 46 വചനങ്ങളിലേക്കൊക്കെ നാം കടന്നു വന്നാൽ അവിടെ പൗലോസ് അതിശക്തമായി രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്, യേശു മാത്രമാണ് ഏക രക്ഷകനെന്ന് വിളിച്ചു പറയുമ്പോൾ താൻ ഈ വാക്കുകളിനി മേലിൽ പറയരുതെന്നും പരസ്യമായ സ്ഥലങ്ങളിൽ താൻ പ്രസംഗിക്കരുതെന്നും പറഞ്ഞ് തനിക്ക് വിരോധമായി പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും സമൂഹവും ആർത്തിരമ്പിക്കൊണ്ട് തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ അവരുടെ വാക്കുകളുടെ മുമ്പിൽ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നവരായിട്ടല്ല പൗലോസിനെയും ബർന്നബാസിനെയും കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നത്, എതിർത്ത് ജനം അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടവരായി ദൈവത്തിൻ്റെ വചനം അതിശക്തിയോടെ പ്രസംഗിപ്പാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. സത്യത്തിനു വേണ്ടി നിൽക്കുന്നവർക്ക് ദുഷ്ടതയെ, തിന്മയെ ഭയപ്പെടാതെ, അല്ലെങ്കിൽ മുൻപിലേക്ക് വരുന്ന ഏത് പ്രതികൂലങ്ങളെയും ഏത് പ്രതിസന്ധികളെയും കണ്ടിട്ട് ഭയന്ന് ഓടി ഒളിക്കുന്നവരായിട്ടല്ല, അവരോട് കൂടെ വലിയവനായ ദൈവമുണ്ടെന്നുള്ള ആഴമായ ഉൾബോധത്തോടുകൂടി അവർ സധൈര്യം മുൻപോട്ട് പോകുന്നതായ ചരിത്രമാണ് നമുക്ക് തിരുവചനത്തിൻ്റെ ഏടുകളിൽ കാണുവാൻ കഴിയുന്നത്. അതുതന്നെയാണ് എബ്രായ ബാലന്മാരുടെ വാക്കുകളിൽ തെളിവായി നിൽക്കുന്നത്. രാജമുഖത്തേക്ക് നോക്കി പറയുവാൻ, സംസാരിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ പറയുന്നത്. ഞങ്ങൾ സേവിക്കുന്നൊരു ദൈവമുണ്ടെന്നും ആ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് ഞങ്ങളുടെ ദൈവത്തോട് തിന്മ പ്രവർത്തിപ്പാൻ ഞങ്ങൾക്കിഷ്ടമില്ലെന്നും പറയുവാനുള്ള നെഞ്ചുറപ്പ്, അതിനുള്ള അവരുടെ മനധൈര്യമാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, മനുഷ്യനെയും ദൈവത്തെയും ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ നാളുകളെ നോക്കുമ്പോൾ അവർ തകർന്നു തരിപ്പണമാകുന്ന ചരിത്രമായിരിക്കും കാണുക. എന്നാൽ ദൈവത്തെയും മനുഷ്യനെയും ഭയപ്പെടുകയും സത്യത്തിന് സാക്ഷിയായി ശക്തിയോടെ നിലനിൽക്കുകയും ചെയ്യുന്ന, അതിനോട് കോംപ്രമൈസ് കൂടാതെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ തകർന്നുപോയ ചരിത്രമല്ല, അവർ നിത്യതയുടെ തീരത്ത് സമാധാനത്തോടെ ജീവിക്കുന്ന ചരിത്രമാണ് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നതെങ്കിൽ നാം
ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ പ്രമാണത്തിനു വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നവരുമായി തീരേണ്ടതിന് നമ്മെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഭയപ്പെട്ടോടി ഒളിക്കുന്നവരായിട്ടല്ല, സത്യത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ച് നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. ആ നിലകളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.